അന്ന് അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കാൻ വന്ന ആരാണെന്നറിയാവോ? നവാസ് ഷെരീഫാണ് സ്വീകരിക്കാൻ വന്നത്. കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അന്നത്തെ സൈനിക മേധാവിയായിരുന്ന പർവേസ് മുഷറഫ്. പർവേസ് മുഷറഫ് പിന്നീട് നവാസ് ഷെരീഫിനെ പുറത്താക്കി പിന്നെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായ ആളാണ്. പർവേസ് മുഷറഫ് അവിടെ വന്ന് ഈ പറയുന്ന വാജ്പേയിക്ക് കൈകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി കാർഗിലിൽ പാകിസ്ഥാൻ സേന മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നയതന്ത്ര വഞ്ചന പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ 1999 അങ്ങനെയാണ് ഒരു ഔദ്യോഗികമായ യുദ്ധം ഉണ്ടാവുകയും ഏതാണ്ട് 3 മാസം നീണ്ടുനിന്ന ആ യുദ്ധത്തിന് ശേഷം നമ്മളവിടെ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ വിജയ് ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഇന്ത്യ എടുത്തിട്ടുള്ളൊരു സമാധാനത്തിൻ്റെ മുൻകൈയുണ്ട്. എന്താണ്? 1999 കാർഗിൽ യുദ്ധം നടന്നതിന് ശേഷം 2001 പർവേസ് മുഷറഫിനെ ഇന്ത്യയിൽ ക്ഷണിച്ചു വരുത്തി ആഗ്ര സമ്മിറ്റ് നടത്തി. നമ്മൾ ആഗ്ര ഉച്ചകോടി എന്നാണ് നമ്മൾ അത് അറിയപ്പെടുന്നത്. ഒരു വർഷത്തെ ഗ്യാപ്പിലാണ് വീണ്ടും ഒരു സമാധാനത്തിനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുള്ളത്. 2001 ഡൽഹിയിൽ വന്ന് പിന്നെ ആഗ്രയിൽ പോയി ആഗ്ര സമ്മിറ്റ് നടത്തി പർവേസ് മുഷറഫ് തിരിച്ചുപോയി. പിന്നെന്താ സംഭവിച്ചെന്നറിയാമോ? 2001 പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ പാർലമെൻറ്റ്. അന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് ആ തീവ്രവാദികൾ ക്യാരി ചെയ്തിരുന്ന RDX പൊട്ടിച്ചിരുന്നുവെങ്കിലുണ്ടല്ലോ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വമില്ല ഇന്ത്യയിലെ. അന്ന് ആ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. വാജ്പേയി മുതൽ മുഴുവൻ ആളുകളും, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ സമ്മേളിച്ചിരിക്കുന്ന ഒരു പാർലമെൻറ്റിൽ ആ പൊട്ടിത്തെറി സംഭവിച്ചാൽ ആ പാർലമെൻറ്റ് ഉണ്ടാവില്ല, അവിടെ ഒരു മനുഷ്യരും ഉണ്ടാവില്ല. 2001 അത്രയും വലിയൊരു പിന്നെ ആക്രമണം ആസൂത്രണം ചെയ്ത രാഷ്ട്രമാണ്.